ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ദൈവം ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 5-ാം വചനം തൊട്ട് നമുക്ക് വായിക്കാം. അതുകൊണ്ട് ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്തി നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരുപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. നോക്കിക്കേ, അവിടെ പറയുന്നത് വളരെ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. ഇപ്പം താഴ്മയില്ലാത്തവർക്ക് കൃപ ലഭിക്കയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ താഴ്മയുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തിയിൽ താഴ്മയുണ്ടാകണം, നമ്മുടെ ചിന്താഗതികളിൽ താഴ്മയുണ്ടാകണം, നമ്മുടെ വാക്കുകളിൽ താഴ്മയുണ്ടാകണം, നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും താഴ്മ ധരിക്കണം. അവിടെ പറയാണ്, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരുപ്പി. തക്ക സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ദൈവം നമ്മെ ഉയർത്തും, നമുക്ക് വേണ്ടുന്നത് നൽകി നമ്മളെ സഹായിക്കും. അതിനുവേണ്ടി നാം എന്തു ചെയ്യണം? ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കണം. അപ്പം താഴ്മയുള്ളവരായിരിക്കണം, ദൈവത്തിൻ്റെ കാൽപാദത്തിൽ ഇരിക്കുവാനിടയായിത്തീരണം. വീണ്ടും പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ ദൈവം തമ്പുരാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടി കരുതുവാൻ ഈ ലോകത്തിൽ മക്കളോ അപ്പനോ അമ്മയോ ഭർത്താവോ ഭാര്യയോ നമുക്ക് വേണ്ടി കരുതുവാനില്ല. നമ്മളെ കരുതുന്നവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. നമ്മുടെ ദൈവം തമ്പുരാൻ മാത്രമാണ് നമ്മളെ കരുതുന്നത്. ഈ ഒരു ചിന്ത നമ്മളിൽ കടന്നു വരട്ടെ. നമ്മളെ കരുതുന്നവനാകയാൽ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. ചിന്താകുലങ്ങളെല്ലാം കർത്താവിൻ്റെ മേലിട്ടുകൊള്ളണം. മനുഷ്യരുടെ മേൽ നാം നമ്മുടെ ടെൻഷനും പ്രയാസങ്ങളും മനുഷ്യരോട് പറയുമ്പോൾ അവർ നമ്മളെ പരിഹസിക്കുകയും നിന്ദിക്കുകയും തക്കതായ മറുപടി തരാതെ ഇരിക്കുമ്പോൾ നമ്മുടെ സകല ചിന്താകുലങ്ങളും കർത്താവിൽ ഇട്ടുകൊള്ളുവാൻ പറയുകയാണ്. വീണ്ടും അവിടെ പറയുന്നത്, ഇത് നമ്മുടെ ചിന്താകുലങ്ങളെല്ലാം ഇടുന്നത് അത് ദൈവം ഏറ്റെടുക്കണമെങ്കിൽ നാം എങ്ങനായിരിക്കണം? നാം നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കുന്നവരായിരിക്കണം. പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് നിർമ്മതരല്ല എങ്കിൽ പിശാച് നമ്മളെ വീഴ്ത്തും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഉണർന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങാതിരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ മനസ്സും ഹൃദയങ്ങളും സമർപ്പിച്ച് ആ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നതിൻ്റെ അർത്ഥം. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് സ്ഥലമൊരുക്കി കൊടുത്തുകൊണ്ട് കർത്താവേ എന്നിൽ വന്ന് വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം, എപ്പോഴും ആ ദൈവത്തെ ധ്യാനിക്കുന്ന ഒരനുഭവം, ദൈവം തരുന്ന ശക്തിയാണ് ഞാൻ നടക്കുന്നത് നിലനിൽക്കുന്നതെന്നുള്ള ചിന്താഗതിയിൽ
നാം ജീവിക്കുന്നതാണ് ഉണർന്നിരിക്കുക എന്ന് പറയുന്നത്. നാം ഉറങ്ങുമ്പോഴും നമ്മുടെ ആത്മാവ് ഉണർന്നിരിപ്പാനിടയായിത്തീരണം. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ രാത്രിയുടെ യാമങ്ങളിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ശബ്ദം കേട്ട് ഉണരുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന അനുഭവം. അതാണ് ദൈവത്തെ ധ്യാനിക്കുന്ന ഒരനുഭവം. രാത്രിയിലും പകലും ഇന്നുമില്ലാതെ നമ്മളുടെ ജോലികളുടെ ഇടയിൽ തന്നെ നമുക്ക് ദൈവത്തെ ധ്യാനിക്കുവാൻ കഴിയുന്നെങ്കിൽ അതാണ് ഉണർന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. കർത്താവ് വരുമ്പോൾ 2 പേര് അരി പൊടിച്ചുകൊണ്ടിരിക്കും. ഒരാൾ എടുക്കപ്പെടും, ഒരാൾ അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ അരി പൊടിക്കുമ്പോഴും മുറ്റം തൂക്കുമ്പോഴും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവത്തെ ധ്യാനിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് എടുക്കപ്പെടുന്നത്. നമുക്കും അപ്രകാരം എടുക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഒരുക്കാം. ദൈവം തമ്പുരാൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴിൽ നമുക്ക് താണിരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം തമ്പുരാൻ സകലർക്കും സകല അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.